കിണറ്റിൽ വീണ പിഞ്ചുകുഞ്ഞിനെയും പിതാവിനെയും രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ തോമസ് കുട്ടി അഭിനന്ദിച്ച് കുട്ടിയുടെ കുടുംബം. കഴിഞ്ഞ ദിവസം കോട്ടയം മാഞ്ഞൂരിലാണ് മറുനാടൻ മലയാളിയായ സിറിലും 2 വയസ്സുള്ള കുഞ്ഞും അപകടത്തിൽപ്പെട്ടത്. തോമസ് കുട്ടിയുടെ സാഹസികമായ ഇടപെടലാണ് ഇരുവർക്കും പുനർജന്മം നൽകിയതെന്ന് സിറിലിന്റെ ഭാര്യ പിതാവ് സിറിയ കൈരളി ന്യൂസിനോട് പറഞ്ഞു. മാഞ്ഞൂരിൽ സ്വകാര്യ ആവശ്യത്തിനെത്തിയതായിരുന്നു മറുനാടൻ മലയാളിയായ സിറിലും 3 വയസ്സുള്ള കുട്ടിയും കുടുംബവും. ഇതിനിടയിലാണ് കുഞ്ഞ് കിണറ്റിൽ വീണത്. പിന്നാലെ പിതാവ് സിറിയ കിണറ്റിലേക്ക് എടുത്തു ചാടി. ഇരുവരെയും രക്ഷപ്പെടുത്താൻ പ്രദേശവാസിയായ തോമസ് കുട്ടി കിണറിൽ ഇറങ്ങുകയായിരുന്നു. ഇവർ തിണ്ണേനകത്തേക്ക് കൊച്ചു തിണ്ണെ കളിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. കൊച്ചു ഇവരെ പെട്ടെന്ന് കണ്ണു വെട്ടിച്ച് കിണറിന് അങ്ങോട്ട് പോയി. കിണറിൻ്റെ കെട്ടിന് ഹൈറ്റ് കുറവായ കാരണം കൊച്ചു എങ്ങനെയോ താഴെ പോയി. ഇതാരും കേൾക്കുന്നില്ല. പക്ഷേ ഈ കൊച്ചിൻ്റെ ഫാദർ സൗണ്ട് കേട്ടു, എന്തോ വീടിന് ഒച്ച കേട്ട് പുള്ളി പെട്ടെന്ന് ഓടി ചെന്നപ്പോൾ ഞാനും പുറകെ ഓടി ചെന്നപ്പം കൊച്ചു കണ്ടി കിടക്കുക, താന്നു പോയിട്ടില്ല, ഇങ്ങനെ മലന്ന് കിടന്ന് ഇങ്ങനെ കൈയും കളിച്ചടിക്കുക. തോമസ് കുട്ടിയുടെ ധീരതയാണ് തൻ്റെ മക്കളെ തിരിച്ചു കിട്ടിയതെന്ന് അപകട സമയത്ത് ഒപ്പമുണ്ടായിരുന്ന സിറിയക് പറയുന്നു. ഇറക്കിക്കൊടുത്തിരുന്ന കയറിൽ പിടിച്ചു നിന്നുകൊണ്ട് ഒരു കൈ കയറിലും മറ്റേ കയ്യിൽ കുട്ടിയായിട്ട് ഈ കുറേ നേരം ഈ കുഞ്ഞിനെ പിടിച്ച് ഈ പിതാവ് ഈ പൈപ്പിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ശാരീരികമായി പുള്ളി അവശനായിരുന്നു. കുട്ടിയുടെ പിതാവ് തീർച്ചയായിട്ടും ശാരീരികമായി അവശത അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. അത് ക്ലിയറായി പറയുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് തോമസ് കുട്ടി ഇറങ്ങിച്ചെല്ലുന്നതും. DYFI യൂത്ത് ബ്രിഗേഡ് മേഖലാ ക്യാപ്റ്റനും CPIM ബ്രാഞ്ച് മെമ്പറുമാണ് തോമസ് കുട്ടി. തോമസ് കുട്ടിയുടെ പിതാവ് രാജു CPIM കടുത്തുരുത്തി ഏരിയ കമ്മിറ്റി അംഗവുമാണ്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.